ഓം ശ്രീ കൃഷ്ണ പരമാത്മനേ നമഃ. എല്ലാ ഗീതാ കുടുംബത്തിലെ അംഗങ്ങൾക്ക് നമസ്കാരം. നമ്മുടെ ഭഗവത്ഗീത പ്രയാണം ശരിക്കു പറഞ്ഞാൽ ഒരു അനസ്യൂതമായ പ്രവാഹമാണ്. കർമ്മയോഗം കഴിഞ്ഞ് കർമ്മസന്യാസ യോഗത്തിൽ 15ാമത്തെ ശ്ലോകമായി. ശരിക്കും നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഒരു സുഖാണ് ഗീത കേൾക്കുക എന്ന് പറഞ്ഞാൽ. മറ്റുള്ള എല്ലാറ്റിൽ നിന്നും ഉപരിയായിട്ട് അത് നിൽക്കാനുള്ള കാരണം ഇതിനുള്ളിൽ അടങ്ങിയിരിക്കുന്നതൊക്കെ ഒരു മാനുഷിക മൂല്യമുള്ള തത്വങ്ങളാണ്. മറ്റുള്ളിടത്തൊക്കെ കൂടുതൽ ഭക്തിക്ക് പ്രാധാന്യം കൊടുക്കുമ്പോൾ ഭക്തി മാത്രമല്ല, ഇവിടെ ശക്തി കൂടി പ്രാധാന്യം കൊടുക്കുന്നു ഗീതയിൽ, അല്ലേ? അതുകൊണ്ടാണ് ഗീത എല്ലാവർക്കും ഇഷ്ടപ്പെടാനുള്ള ഒരു കാര്യം. ഒന്ന്. രണ്ട്, ഭഗവാൻ തന്നെ പറഞ്ഞു, ഗീത നിങ്ങൾ എല്ലാ ദിവസവും ഒരു ശ്ലോകം ചൊല്ലൂ, നിങ്ങൾക്ക് എന്തെന്നില്ലാത്തൊരു ശക്തിയും ഊർജസ്വലതയും ഒക്കെ ഉണ്ടാവുന്നു. അപ്പൊ നമ്മളെല്ലാവരും ഇപ്പൊ 10-70 പേര് ഉള്ള ഓരോ ഗ്രൂപ്പുകളും ഗീത അങ്ങനെ ചൊല്ലി ആസ്വദിച്ചുകൊണ്ടിരിക്കുക. ഇനി ഇത് ചൊല്ലാതിരിക്കുന്നവർ എന്ന് പറഞ്ഞാൽ അവരുടെ നിർഭാഗ്യം എന്നേ പറയാൻ പറ്റും. അങ്ങനെ തന്നെ പറയാൻ പറ്റും. യഥാർത്ഥ ഭഗവത് കാരുണ്യവും ഭഗവാന്റെ കൂടെ നിൽക്കാൻ ഭാഗ്യമുള്ളവരെല്ലാം ഗീത ചൊല്ലിക്കൊണ്ടിരിക്കും. ചെറിയ കുഞ്ഞുങ്ങൾ വരെ ഗീത ചൊല്ലിക്കൊണ്ടിരിക്കുക എവരിഡേ. ഇതിനു വേണ്ടി അവർ എഴുന്നേൽക്കുന്നു, രാവിലെ എഴുന്നേറ്റിരുന്ന് ഗീത പഠിക്കുന്നു, ചൊല്ലുന്നു. എനിക്ക് അത്ഭുതം തോന്നുന്നു. കാര്യം എന്താന്ന് വെച്ചാൽ അത് ഭഗവാന്റെ ഒരു കാരുണ്യമാണ്, അത് അല്ലെങ്കിൽ ഭഗവാന്റെ ഒരു കടാക്ഷമാണ്. അത്രയും ചെറിയ കുട്ടികളിൽ വരെ ഈ ഒരു ഗീതയുടെ പുണ്യം, മഹത്വം അവരിൽ വന്ന് നിറയുന്നു എന്നാണ് ആ പറഞ്ഞതിന്റെ സാരാംശം. അപ്പോ എനിക്ക് തോന്നിയത്, ഇപ്പൊ നമ്മുടെ ഗീതാ കുടുംബത്തില് എല്ലാവരും ഭഗവത്ഗീത ശ്ലോകം എവരി ഡേ ചൊല്ലി ഭഗവാന്റെ കൂടെ യാത്ര ചെയ്യാൻ. ഇനി നമ്മുടെ കൂട്ടായ്മയിൽ, കുടുംബത്തിൽ ആരെങ്കിലും ചൊല്ലാതിരിക്കുന്നുണ്ടെങ്കിൽ അവർ നിർഭാഗ്യവാന്മാരാണ്. 100%. ഒരു പ്രാവശ്യമെങ്കിലും ഗീതാ ശ്ലോകം ഒന്ന് ചൊല്ലിയിട്ട് ഭഗവാന്റെ കൂടെ ഇരിക്കാൻ കഴിഞ്ഞില്ല എങ്കിൽ പിന്നെ അവർ നിർഭാഗ്യവാന്മാരാണ്. നമുക്ക് ഇന്നത്തെ ഗീതാ മാധുര്യം തന്നെ 15ാമത്തെ ശ്ലോകം, അല്ലേ? ഭഗവാന്റെ ആ ജ്ഞാനകർമ്മ സന്യാസ യോഗം ഇങ്ങനെ ഒഴുകാണ്. ശരിക്കും പറഞ്ഞു ചാതുർവർണ്ണ്യം വരെ ഭഗവാൻ പറഞ്ഞു കഴിഞ്ഞു. നമുക്ക് തുടങ്ങിയാലോ? ഓക്കെ. ഏവം ജ്ഞാത്വാ കൃതം കർമ്മ പൂർവൈരപി മുമുക്ഷുഭിഃ കുരു കർമ്മൈവ തസ്മാത്വം പൂർവൈഃ പൂർവതരം കൃതം. ഏവം ജ്ഞാത്വാ, ഇങ്ങനെ മനസ്സിലാക്കി, പൂർവൈ മുമുക്ഷുഭി അപി, മോക്ഷത്തെ ആഗ്രഹിച്ച പൂർവികരും, കർമ്മകൃതം, കർമ്മം ചെയ്തിട്ടുണ്ട്, തസ്മാത് പൂർവൈ, അതുകൊണ്ട് പൂർവികന്മാർ, പൂർവതരം കൃത്യം, മുമ്പ് ചെയ്തു വന്നതുപോലെ, ത്വം കർമ്മ ഏവ കുരു, നീയും നിന്റെ കർമ്മം ചെയ്തുകൊണ്ടേയിരിക്കുക. അപ്പൊ ഭഗവാൻ ഈ വർണ്ണവ്യവസ്ഥയെ കുറിച്ച് പറഞ്ഞു. അതിനുശേഷമുള്ള അതിന്റെ അടുത്ത ഘട്ടത്തെ കുറിച്ച് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് ഭഗവാൻ പറയാണ്, നീ നിന്റെ കർമ്മം ചെയ്യാൻ വേണ്ടി പറയാണ്. അത് വളരെ സ്പഷ്ടമായിട്ട് 15ാമത്തെ ഈ ശ്ലോകത്തിലൂടെ കൃത്യമായിട്ടുള്ള വിശദീകരണം, അല്ലേ? ഏവം ജ്ഞാത്വാ കൃതം കർമ്മ പൂർവൈരപി മുമുക്ഷുഭി. ഇവിടെ പൂർവൈരപി എന്ന് തന്നെയാണ്. ചിലവർ ചൊല്ലുന്നത് പൂർവൈരഭി എന്ന് പറയും, വരരുത്. മുമുക്ഷുഭിഹി, മുമുക്ഷുഭി, അവിടെ ക്ഷ കട്ടിയുള്ള. പിന്നെ കുരു
കർമ്മൈവ തസ്മാത് ത്വം പൂർവൈ പൂർവതരം കൃതം. വളരെ എളുപ്പത്തിൽ ചൊല്ലാവുന്ന ശ്ലോകമാണ്, എല്ലാവരും ചൊല്ല. ഇനി നമുക്കിതിന്റെ ഭാവാർത്ഥം കൂടി ഒന്ന് പറയാം. നമ്മുടെ പൂർവികരായിട്ടുള്ളവർ എന്ന് വെച്ചാൽ നമ്മുടെ ഋഷിവര്യന്മാര്, അങ്ങനെയുള്ള പൂർവികരായിട്ടുള്ള ആളുകളൊക്കെ മോക്ഷത്തെ ആഗ്രഹിച്ചാണ് കർമ്മം ചെയ്തത്. നമ്മളോ, നമ്മൾ മോക്ഷത്തെ ആലോചിച്ചിട്ടല്ല കർമ്മം ചെയ്യുന്നത്, ശമ്പളം ആഗ്രഹിച്ചിട്ടാണ്, അല്ലെങ്കിൽ കൂലി ആഗ്രഹിച്ചിട്ടാണ് നമ്മൾ കർമ്മം ചെയ്യുന്നത്. ഈ വ്യത്യാസം നമ്മളൊന്ന് ശരിക്ക് അനലൈസ് ചെയ്യണം, നമ്മളെല്ലാവരും അനലൈസ് ചെയ്യണം. ഇനി മോക്ഷത്തിന് വേണ്ടി കർമ്മം ചെയ്യൂ എന്നൊരാൾ പറഞ്ഞാൽ പോലും ഒരാളും അതിന് മെനക്കെടൂല. കാര്യം എന്താന്ന് വെച്ചാൽ എല്ലാവർക്കും കൂലിയും ശമ്പളം തന്നെ വേണം. അതിനുവേണ്ടിയാണ് നമ്മൾ കർമ്മം ചെയ്യുന്നത്. ചോദ്യം വരും, മോക്ഷത്തിന് വേണ്ടി കർമ്മം ചെയ്യുമ്പോ കൂലി വാങ്ങിയാലെന്താ? ഒരു കുഴപ്പമില്ല, നമ്മൾ ചെയ്ത പ്രവൃത്തിക്കുള്ള കൂലി വാങ്ങാം, ഭഗവാൻ തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ, പിന്നെന്താ പ്രശ്നം? പക്ഷേ ആ വാങ്ങിയ കൂലിക്കുള്ള പ്രവൃത്തി നമ്മൾ ചെയ്തോ എന്നുള്ളതാണ് ഭഗവാന്റെ മുന്നിലെ പ്രശ്നം. അത് നമ്മൾ ചെയ്തില്ല വിചാരിച്ചു, ഇവിടെ നിന്നല്ല പണി കിട്ടി, ഭഗവാന്റെ അടുത്ത് ചെല്ലുമ്പോഴാ പണി കിട്ടും. നമുക്ക് പുനർജന്മം തരും. നായായും പുലിയായും പാമ്പായും ഇഴയണം നമ്മൾ, അല്ലേ? മറിച്ച് ചെയ്യുന്ന കർമ്മം കൃത്യമാണെങ്കിൽ പുനർജന്മല്ല, ഭഗവാന്റെ അടുത്ത് മോക്ഷം കിട്ടും. അതുകൊണ്ടാണ് പൂർവികര് മോക്ഷം ആഗ്രഹിച്ച് കർമ്മം ചെയ്തത്. ചെയ്യുന്ന പ്രവർത്തികളെ കൂലിയൊക്കെ ആ പൂർവികര് വാങ്ങിയിരുന്നു. പക്ഷേ അവർ ചെയ്ത കർമ്മം 100% ആത്മാർത്ഥമായിരിക്കും. അതിന് കള്ളത്തരം ഉണ്ടാവില്ല. 2 മേട്ടം വീടുക, എന്നിട്ട് എഴുന്നേൽക്കുക, മുണ്ടൊന്ന് മടക്കി കുത്തുക, പിന്നെ ഒന്ന് അങ്ങോട്ട് നടക്കുക, ഒന്ന് ഇങ്ങോട്ട് നടക്കുക, അങ്ങനെ വെറുതെ സമയം കളയുക. അവസാനം പോവാൻ നേരത്തെ 900-1000 രൂപ കൂലി വാങ്ങി പോവുക. ഈ 1000 രൂപയ്ക്കുള്ള പണി ചെയ്തോ? അത് ചെയ്തിട്ടില്ല എന്നുള്ളത് ഈ പോണ ആൾക്കറിയാം, ഭഗവാനും അറിയാം. അതുകൊണ്ട് ഭഗവാൻ എന്ത് ചെയ്യും? ഈ പോണ ആൾക്ക് പണി കൊടുക്കും. എപ്പോ? മരിച്ചു ചെന്നാൽ. എന്താ പണി? പുനർജന്മം കൊടുക്കും. എന്നിട്ട് എഴഞ്ഞോളാൻ പറയും. ആലോചിച്ച് നോക്കൂ, ഒരു പാമ്പായിട്ടൊക്കെ പുനർജന്മം കിട്ടിയാത്ത അവസ്ഥ. ഓഹ്, ശരീരത്തിൽ വിഷം വെച്ചിട്ട് എഴഞ്ഞു നടക്കണം, കയ്യും കാലും ഇല്ല. അപ്പൊ ആ ഒരു ദുരന്തം ഉണ്ടാവാതിരിക്കാനുള്ള ഏറ്റവും നല്ല മാർഗം എന്താ? മോക്ഷം ആഗ്രഹിച്ച് കർമ്മം ചെയ്യാം. ഞാനൊരു കർമ്മം ചെയ്യുന്നുവെങ്കിൽ അത് ആത്മാർത്ഥമായിട്ട് ചെയ്യാം, അല്ലെ? വിവേകാനന്ദ സ്വാമികൾ പറഞ്ഞു, നിങ്ങൾ തെറ്റായിട്ടുള്ള ഒരു കാര്യം ചെയ്യുന്നു വിചാരിച്ചോളൂ, അത് ആത്മാർത്ഥമായിട്ട് ചെയ്യൂ. അപ്പോ ഒരാളെ കൊല്ലണം, അത് ആത്മാർത്ഥമായി കൊല്ലൂന്നല്ല ആ പറഞ്ഞതിന്റെ അർത്ഥം. പൂർവികർ ആരും തന്നെ ഈ അവരവരുടെ സ്വന്തം സുഖസൗകര്യങ്ങൾക്ക് വേണ്ടിയിട്ട് കർമ്മം ചെയ്തിട്ടില്ല. അങ്ങനെ അവർ ചെയ്തിരുന്നുവെങ്കിൽ പിൻതലമുറകൾക്ക് അനുഭവിക്കാൻ പ്രകൃതി വിഭവങ്ങൾ ഇവിടെ ഉണ്ടാവുകയേ ഇല്ലായിരുന്നു. ഇപ്പൊ എനിക്കൊക്കെ തോന്നിയിട്ടുണ്ട്, ഇനിയുള്ള ഒരു അടുത്ത നമ്മുടെ ഈ എന്റെയൊക്കെ ഈ ജനറേഷൻ തീർന്ന് തൊട്ടടുത്തൊരു ജനറേഷൻ കൂടെ തീർന്നു കഴിഞ്ഞാൽ ഈ പ്രകൃതിയിൽ ഒന്നും ഉണ്ടാവില്ല, ഒക്കെ മനുഷ്യർ നശിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഇന്നത്തെ കാലത്തുള്ള ആ പഴയ ആളുകള് വൃക്ഷത്തിലെ ഫലത്തെ അവർ ഉപയോഗിച്ചു. നമ്മൾ പഠിക്കേണ്ട പാടുണ്ട്. ഒരു മാങ്ങ പറിക്കുകയാണെങ്കിൽ പോലും ആ മാവ് അറിയാതെ പറിക്കുമായിരുന്നു. ഒരാൾ നടക്കുകയാണെങ്കിൽ പോലും ഭൂമി അറിയാതെ നടക്കുമായിരുന്നു. അതൊക്കെ മാറി, അല്ലേ? അങ്ങനെ വരുമ്പോ എന്താന്ന് വെച്ചാൽ അതിന്റെ ഫലം നമുക്ക് കിട്ടും. അത് നമ്മുടെ പൂർവികർക്ക് കിട്ടിയിരുന്നു, ഇപ്പൊ നമുക്ക് കിട്ടുമെന്നുള്ള അറിയാം. എന്തായാലും ഒരു കാര്യം നമുക്ക് അനുഭവിച്ച മനസ്സിലാക്കാൻ പറ്റും. വളർന്നു വലുതായ വൃക്ഷങ്ങളുടെ ഫലം ഇന്ന് നാം അനുഭവിക്കുമ്പോ അത് നട്ടു വളർത്തിയ മൺമറഞ്ഞു പോയ പൂർവികന്മാരെ പറ്റിയിട്ട് നമ്മൾ എപ്പോഴെങ്കിലും ഓർക്കാറുണ്ടോ എന്നുള്ളതാണ് ഒരു പ്രശ്നം. എന്റെ അച്ഛൻ നട്ടു വളർത്തിയ പ്ലാവിലെ ചക്ക ഞാൻ കഴിക്കുമ്പോ ഇതെന്റെ അച്ഛൻ നട്ടതാണ് എന്ന് ഞാൻ ഓർക്കുന്നുണ്ടോ എന്നുള്ളതാണ് വിഷയം. അത് ഓർക്കുന്നുണ്ടെങ്കിൽ അവരിൽ നന്മയുടെ അംശമുണ്ട് എന്നാണ് അർത്ഥം. അപ്പൊ അതുകൊണ്ട്
അടുത്ത ഒരു തലമുറ ജീവിക്കണമെന്ന ചുറ്റുപാട് അല്ലെങ്കിൽ കാഴ്ചപ്പാടോടെ ആയിരിക്കണം നമ്മളിപ്പൊ കർമ്മം ചെയ്യുന്നത്. അല്ലാതെ അടുത്ത തലമുറയ്ക്കൊന്നും കൊടുക്കണ്ട, ഇപ്പൊ തന്നെ അത് മുഴുവൻ ശരിയാക്കാന്ന് ചിന്തിച്ച് ചെയ്താൽ അത് അപകടം ക്ഷണിച്ചു വരുത്തുന്നില്ല. അതുകൊണ്ടാ ഭഗവാൻ പറയുന്നത് എന്ത് പറഞ്ഞു, മോക്ഷത്തെ ആഗ്രഹിച്ച പൂർവികരും കർമ്മം ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് എന്തുണ്ടായി, പൂർവികന്മാർ മുമ്പ് ചെയ്തു വന്നതുപോലെ നീയും അർജുന കർമ്മം ചെയ്യ്. ഈ സത്സംഗം കേൾക്കുന്ന നമ്മൾ ഓരോരുത്തരും നമ്മുടെ കർമ്മം ചെയ്യൂ. ആർക്കു വേണ്ടി? അടുത്ത തലമുറയ്ക്ക് വേണ്ടി, പ്രകൃതിയെ നിർത്താൻ. അതുകൊണ്ടാണ് പൂർവികന്മാരുടെ പാത നീ പിന്തുടരൂ എന്ന് പറയുന്നത്. ന്യൂ ജനറേഷൻ കുട്ടികളോട് ഇതൊക്കെ പറഞ്ഞിട്ട് കാര്യമുണ്ടോന്ന് അറിയില്ല, സാധ്യതയും കുറവാണ്. പക്ഷെ അതിനപ്പുറത്തേക്ക് കിടക്കാൻ നമുക്ക് സാധിക്കണം. അതിനുള്ള ഒരു ചുറ്റുപാട് നമ്മൾ ഉണ്ടാക്കിയെടുക്കണം. ഇത് കേൾക്കുന്ന നമ്മുടെ രക്ഷിതാക്കൾ നിർബന്ധമായിട്ട് നമ്മുടെ വീട്ടിൽ വേദങ്ങൾ വാങ്ങി വെക്കണം, വേദാംഗങ്ങളെങ്കിലും വാങ്ങി വെക്കണം. എന്നിട്ട് അടുത്ത തലമുറയ്ക്ക് പഠിക്കാൻ വേണ്ടി അതിനെ വിട്ടുകൊടുക്കണം. അത് വേണം. അതുകൊണ്ടാണ് ഇപ്പോഴുള്ള കുട്ടികള് ഇതിന്റെ മുന്നത്തെ തലമുറയെ കുറ്റം പറയുന്നത്, ഞങ്ങൾക്ക് വേദം വാങ്ങി തന്നില്ല, പഠിക്കാൻ സംവിധാനം ഉണ്ടാക്കിയില്ല എന്ന് പറയാൻ കാരണം. ഗീതൈവ പരമോധർമ്മ. നാളെ കാണാം. നമസ്കാരം.